ഹലോ, എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് മോൻ്റെ നൂലുകെട്ട് ദിവസമാണ്. അപ്പോൾ രാവിലെ 4:30 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റു. പിന്നെ കാപ്പികുടി എന്നത്തെയും പോലെ ഒരു ചെറിയ കട്ടൻ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് ഉണ്ടാക്കുകയാണ്. ഫുഡെന്ന് പറയുന്നത് ഞങ്ങൾ മെയിനായിട്ടും ബിരിയാണിയും പായസം അതൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാറ്ററിംഗാണ്, അവർ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരും വീട്ടിൽ. അപ്പോൾ വീട്ടിൽ നിന്ന് അതായത് ബിരിയാണിയൊക്കെ കഴിക്കാത്തവർക്ക് നമ്മൾ വീട്ടിൽ കൂടെ ഫുഡ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ചോറും കറികളും വെക്കുന്നുണ്ട്. വലുതായിട്ട് കറികളൊന്നും അങ്ങനെ ഒരുപാട് കറികളൊന്നുമില്ല. പരിപ്പ് കറി, ഒരു തോരൻ, പിന്നെ അച്ചാർ, സലാഡ്, പപ്പടം ഇങ്ങനെയാണ്. അപ്പം ആരെങ്കിലും ബിരിയാണി കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിക്കൻ കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കാണ്ട് ആരും പോകരുതെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ചോറും കൂടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ സമയം ഇങ്ങനെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ജോലികളൊക്കെ കഴിഞ്ഞു, പിന്നെ കാപ്പിയുടെയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതിനിടയിൽ ഞാൻ മുൻപെടുത്തൊരു വീഡിയോയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പർപ്പിൾ ആൻഡ് മാംഗോ യെല്ലോ ചേരുന്ന ഈ ഒരു ബോർഡർ വരുന്ന ഒരു സാരിയാണ് ഞാൻ ഉടുക്കുന്നത്. ഇത് മുന്താണി ഭാഗമാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പ്ലെയിൻ ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബ്രൊക്കേഡ് പീസാണ് എങ്കിലും പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ കയ്യിലും നെക്ക് പോർഷനിൽ ഞാൻ കുറച്ചിങ്ങനെ വർക്ക്, ചെറിയ ഒരു സിമ്പിളായിട്ടുള്ള ത്രെഡ് വർക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിനിടയിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ബ്ലൗസാണ് തലേ ദിവസമാണ് തയ്ച്ചിട്ട്, അപ്പോൾ അതിന് സമയക്കുറവും മാത്രമല്ല മോനെ നോക്കണമല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം സാധാരണ സ്വിങ് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അതൊരു 8 സ്ട്രാൻഡ്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ സാധാരണ നീഡിലിൽ കോർത്തെടുത്തതിന് ശേഷം ദേ കാണുന്നത് പോലെയാണ് ഞാൻ തയ്ച്ചു കൊടുത്തത്. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഞാൻ അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ ബീഡ്സ്, അതായത് ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സും പിന്നെ കുന്തൻ സ്റ്റോണും ഒക്കെ എടുത്തായിരുന്നു. പിന്നെ ഞാൻ ഷുഗർ ബീഡ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ കുന്തൻ സ്റ്റോണൊന്നും ആഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നത്തെ കാര്യം സമയമില്ല, രണ്ടാമത്തെ കാര്യം മോൻ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ മോൻ്റെ കാര്യം നോക്കണം, മോളെ നോക്കണം, എല്ലാം കൂടെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ അതൊക്കെ ഒട്ടിച്ച് അത് ഉണങ്ങാൻ പിന്നെ ടൈം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ സമയമൊക്കെ അങ്ങനെ ഒരുപാട് പോകുമെന്ന് വെച്ചിട്ട് അത് വേണ്ടാന്ന് വെച്ച് വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഏകദേശം സാരിയായിട്ട് മാച്ച് ചെയ്യുന്നൊരു ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു കോമ്പിനേഷനായിരുന്നു ഈ ഒരു മാംഗോ ഇല്ലെങ്കിൽ ഒരു ബ്ലൂ വന്നപ്പോഴത്തേക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വലുതും ചെറുതുമായിട്ട് ഒരു 3 സ്റ്റിച്ച് ഞാൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഷുഗർ ബീഡും കൂടെ ഇങ്ങനെ ആ ഒരു സ്റ്റിച്ചിൻ്റെ എൻഡിലായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നെക്ക് പോർഷനിൽ ഒരൊറ്റ ലൈൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് കൈയുടെ ആ ഒരു പോർഷൻ വന്നിട്ട് ആ ഒരു ഭാഗത്ത് വന്നിട്ട് ഞാൻ 2 സ്റ്റെപ്പായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മുകൾ ഭാഗത്ത് ഷുഗർ ബീഡും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഷുഗർ ബീഡ് വെക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ഈ ഒരു ബ്ലൂ കളറും പിന്നെ ഇതുപോലെ ഗോൾഡൻ കളറും കൂടെ വരുന്ന ബാംഗിൾസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ജുംക്കയാണ് എടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. 95 രൂപയാണ്. പിന്നെ ഈ 2 ഗോൾഡ് നെക്ക് പീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫോട്ടോ ഇതാണ്. അതിന് ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോസ് ഒന്നും എടുക്കാൻ സത്യം പറഞ്ഞാൽ സമയം കിട്ടിയില്ല. രാവിലെ ഒരുങ്ങി എല്ലാ കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഒരുപാട് ലേറ്റ് ആയിപ്പോയി. പിന്നെ നൂലുകെട്ടാണ് എൻ്റെ വീഡിയോ ആണിത് എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഇവിടെ എന്ന് പറയുന്നത് ചരട് ഞങ്ങൾ കെട്ടാറില്ല. അപ്പം മോൾക്കും കെട്ടിയില്ല. ഗോൾഡ് അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലുള്ള ഇപ്പോൾ സിൽവർ ആണെന്നുണ്ടെങ്കിൽ ആ അരഞ്ഞാണം ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ ഓർണമെൻറ്റ്സ് ആണ് കുഞ്ഞിന് ഇടാൻ ഉദ്ദേശിക്കുന്നത് അതിട്ട് കൊടുക്കും. പിന്നെ പള്ളിയിൽ അച്ഛൻ വന്നൊന്ന് പ്രെയർ ചെയ്തതിന് ശേഷമാണ് ചടങ്ങ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ ബന്ധുക്കൾ എന്തെങ്കിലുമൊക്കെ കുഞ്ഞിന് ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ഡ്രസ്സോ കാര്യങ്ങളോ എന്ത് കൊടുക്കാനുണ്ടോ അതൊക്കെ കൊടുക്കും. അത്രയേ ഉള്ളൂ. നൂലുകെട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. പിന്നെ ആൾക്കാരൊക്കെ വരുന്നു ഫുഡ് കഴിക്കുന്നു. അപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഫുഡ് കഴിച്ചത് മോൾക്ക് വാരി കൊടുക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ ഫോണൊന്നും കയ്യിലില്ലായിരുന്നു. മാത്രമല്ല വേറെ ആരെയും ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാനായിട്ട് കൊടുത്തിട്ടും ഇല്ലായിരുന്നു. ആരുടെടുത്തും എടുക്കണമെന്നോ ഒന്നും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നൂലുകെട്ട് വീഡിയോ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ആണ് ചടങ്ങ് നടത്തിയത്. അതുപോലെ തന്നെ സിമ്പിളായിട്ടൊരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ.